ജന്മാദ്യസ്യേതോന്നയാതിതരതച്ചാർത്തേഷ്വവിജ്ഞസ്വരാട്ടത്തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോമുഷാ ധാംനാർഷേണ സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാൻ, വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാന്റെ തിരോധാനത്തെക്കുറിച്ച് അർജുനൻ ജ്യേഷ്ഠനായിരിക്കുന്ന യുധിഷ്ഠിരനോട് പറയുകയാണ്. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. 12-19 ശ്ലോകം. ശയ്യാസനാടന വികത്തന ഭോജനാദി ശൈക്കാദ്യസ്യ ഋതവാൻ ഇത് വിപ്രലബ്ധ. വിപ്രലബ്ധ പരിഹസിക്കുക, കളിയാക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. എങ്ങനെയാ? ചിലപ്പോൾ അർജുനൻ സഖാവ് എന്ന നിലയ്ക്ക് കളിയാക്കാലോ, കൂടെയുള്ളതാണ്. അപ്പോൾ ഋതവാൻ എന്ന് പറഞ്ഞാൽ നീ വലിയ സത്യവാനാണ്. ഓ പിന്നെ അല്ലേ, ഇങ്ങനെ ഒരു സത്യവാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ചില സമയത്ത് ഋതവാൻ ഇത് വിപ്രലബ്ധ, ഓ വലിയ സത്യവാൻ എന്നൊക്കെ. സത്യവാൻ അല്ലാഞ്ഞിട്ടല്ല, അതൊക്കെ കളിയാക്കുക. ഓ നീ വലിയ സത്യവാനാണല്ലോ അല്ലേ, അല്ലെങ്കിലും എന്നൊക്കെ പറഞ്ഞ് ഋതവാൻ ഇത് വിപ്രലബ്ധ, കളിയാക്കുക, തമാശ പറയുക. കിടക്കുമ്പോൾ, നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാം കൂടെയാണ് എന്നാണ്. അങ്ങനെ കൂടെയുള്ള ആൾ ഒന്ന് മാത്രമേ പിന്നെ വേറെയുള്ളൂ, ഉദ്ധവൻ. ഉദ്ധവനും അർജുനനുമാണ് ഭഗവാന്റെ ഏറ്റവും കൂടെ നടന്ന എല്ലാ കാര്യങ്ങളും ഒപ്പം എന്നുള്ളൊരവസ്ഥ പരിപാലിച്ചിരിക്കണമെന്നാണ് രണ്ടാളും. അതുകൊണ്ട് തന്നെ ഭഗവാനുമായിട്ടുള്ള വിരഹം അവർക്ക് അസഹ്യമാണ്. എന്ത് ചെയ്താലും കൃഷ്ണനെ ഓർമ്മ വരും അവർക്ക്. കാരണം ശയ്യാസനാടന വികത്തന ഭോജനാദീഷു, ഭക്ഷണം കഴിക്കുമ്പോൾ, ഐക്വാദ്യസ്യ ഋതവാനിധി വിപ്രലബ്ധ, നീ വലിയ സത്യവാദി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടും സഖ്യസഖേവ പിതൃവത്തനയസ്യ സർവം, സഖാവിൻ്റേതായിട്ടുള്ള പോലെ നല്ലൊരു സുഹൃത്തെ എങ്ങനെ ഒരു സുഹൃത്തിനെ കൊണ്ട് നടത്തുന്നുവോ, അതുപോലെ തന്നെ ഒരു അച്ഛൻ മകനെ എങ്ങനെ കൊണ്ട് നടത്തുന്നുവോ, രണ്ടും നല്ല ഉദാഹരണങ്ങളാണെന്നാണ്. അച്ഛൻ മകനെ നല്ല വഴി കാണിച്ചു കൊടുത്ത് ഒരിക്കലും ഒരു മകൻ കേടുവരാൻ വേണ്ടിയിട്ട് നല്ലൊരു അച്ഛൻ വിചാരിക്കില്ല, അവൻ നന്നാവണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചീത്ത പറഞ്ഞു എന്ന് വരും ഇല്ലേ. അങ്ങനെ കേൾക്കുള്ളൂ വെച്ചാൽ ചീത്ത പറഞ്ഞാലും തൻ്റെ മകൻ നേരെ ആവണം, തന്നോട് ലേശം വെറുപ്പ് തോന്നിയാലും വേണ്ടില്ല എന്ന് വിചാരിച്ച ഒരു പിതാവ് പുത്രനെ ചീത്ത പറയും. ചിലപ്പോൾ ചീത്ത പറഞ്ഞാലേ ചിലപ്പോൾ കേൾക്കുള്ളൂ. അങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ ഒരു സ്വഭാവം. പണിഷ്മെൻ്റ് എന്തിനാ കൊടുക്കണം, പണിഷ് ചെയ്താലേ നേരെ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് നേരെ പറഞ്ഞാൽ ചെയ്തൂടെ എന്ന പോലെയൊക്കെ ഒരു ചിലപ്പോൾ എന്നെ ശാസിക്കും ചെയ്തിട്ടുണ്ട് ആ കൃഷ്ണൻ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. ഏട്ടാ, ആ കൃഷ്ണൻ ഇനി പകരം വയ്ക്കാൻ നമുക്കിനി ആരാണ് കിട്ടുക? സോഹം നൃപേന്ദ്രരഹിത പുരുഷോത്തമേന സഖ്യ പ്രിയേണ തുകൃതാഹിതേന ശൂന്യ. ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ശരീരത്തിൽ ഏതാന്ന് ചോദിച്ചാൽ സാധാരണ നിലയ്ക്ക് പറയാൻ വിഷമാണ്. എല്ലാറ്റിനും പ്രാധാന്യമുണ്ട് ഇല്ലേ. കിഡ്നി പോയാലും, കൈ പോയാലും, കാല് പോയാലും, കണ്ണ് പോയാലും, ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്കൊരു കാര്യം പറയാം, ഹൃദയം തന്നെയാണ് ഏറ്റവും വലുത്. കാരണം ഹൃദയം പോയാൽ ബാക്കി എന്തുണ്ടായാലും ജീവിക്കുമോ? ബാക്കി ഏത് പോയാലും ഹൃദയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ജീവിച്ചു വരും. കിഡ്നി പോയിട്ട് ജീവിക്കുന്നുണ്ട് കുറച്ചൊക്കെ, ചിലപ്പോൾ മാറ്റി വെച്ചാൽ കുറേ കാലം ജീവിക്കും ഇല്ലേ. കണ്ണ് മാറ്റി വയ്ക്കാം, കണ്ണില്ലെങ്കിൽ ജീവിക്കും, ഒക്കെ ജീവിക്കും. ഹൃദയം പോയാലോ? ഹൃദയം പോയാൽ പിന്നെ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല. കാരണം കാർഡിയാക്ക് അറസ്റ്റ് വന്നാൽ കഴിഞ്ഞു. അതാണ് ഇവിടെ എന്ത് പറയുന്നത്, ഹൃദയേന ശൂന്യ. ഒരാൾക്ക് ഹൃദയം അങ്ങോട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ കഥ? അതാണ് ഏട്ടാ അപ്പം എൻ്റെ അവസ്ഥ, നമ്മുടെയൊക്കെ അവസ്ഥ. ഭഗവാൻ നമ്മളെ എന്നേക്കും വിട്ടുപോയി. ഇനിയിപ്പോൾ ആ ഒരു ശരീരം എടുത്തിട്ട് ഇവിടെ കാണും എന്ന് നമുക്ക് പ്രതീക്ഷയ്ക്ക് വക ഇല്ലാത്ത വിധമാണ് പോയിരിക്കണം. ഇവിടുന്ന് വിട്ടു കഴിഞ്ഞു, ആ അവതാര കാര്യങ്ങൾ കഴിഞ്ഞ് പോയിരിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് വരില്ലല്ലോ. ഇനി ആ രൂപം എടുത്തിട്ട് വരും എന്ന് കൃഷ്ണനെ ഇനി കാണാൻ പറ്റുമെന്ന് തോന്നണില്ല. അതുകൊണ്ട് നൃപേന്ദ്ര, അല്ലയോ രാജാവേ, ഏട്ടന് സ്ഥാനം കൊടുത്ത് വിളിച്ച് പറയുകയാണ്, ആ പുരുഷോത്തമൻ നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു. ഹൃദയമില്ലാത്തതായി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? ആ അവസ്ഥയിലെത്തി. ഇനിയിപ്പോൾ നമുക്കിവിടെ ജീവിക്കാൻ സാധ്യമല്ല എന്നർത്ഥം. സാധ്യമല്ല, അയക്കില്ല. നമുക്ക് ജീവിതം മുന്നോട്ട് പോകുമെന്ന് തോന്നണില്ല.
കാരണം ഈശ്വരനിൽ വിശ്വാസം ഉള്ള ഒരാൾക്ക് അങ്ങനെയാണ്. ഭഗവാനാണ് നമ്മളെ ഓരോ നിമിഷവും കൊണ്ട് നടത്തുന്നത്. അപ്പം ആ വിശ്വാസം ഇല്ലാതെ ജീവിച്ചളയാമെന്ന് വിചാരിച്ചു നോക്കുക, ഒരു വിശ്വാസിക്ക് ഒരിക്കലും അതിന് കഴിയില്ല. പിന്നെയും അവൻ തിരിഞ്ഞും മറിഞ്ഞും എത്തുന്നത് ഭഗവാനിലായിരിക്കും. എത്ര കുറ്റം പറഞ്ഞോട്ടെ, ഭഗവാനെ ചീത്ത പറഞ്ഞോട്ടെ, ഒക്കെയും ഭഗവാൻ ഇഷ്ടമാണെന്നാണ്. ഭക്തൻ എന്ത് പറഞ്ഞാലും ഭഗവാൻ ഇഷ്ടമാത്ര അങ്ങനെയൊക്കെ ആകുമ്പോൾ. പക്ഷെ അവസാനം വരെ എവിടേക്കേ വരുള്ളൂ അറിയോ? അവിടേക്ക് തന്നെ വരുള്ളൂ. കാരണം ഹൃദയേന ശൂന്യ, ഭഗവാനില്ലാത്ത ഒരു അവസ്ഥ അവർക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ഏതോ ഒരു ഹിന്ദി ദോഹയത്തിനെ പോലെ ഒരു കപ്പലിൻ്റെ മുകളിൽ ഉയർന്ന ഭാഗമുണ്ട്, അതിനെ ജഹാസ് എന്നാണ് ഹിന്ദിയിൽ പറയുക, മലയാളത്തിൽ പാമരം പറയുന്നു തോന്നുന്നുണ്ട്. അതിൽ മുകളിലൊരു പക്ഷി ഇരുന്നു എന്ന് കൂട്ടുക. ഈ കടലിലേക്ക് ഈ കപ്പൽ പോകുമ്പോൾ ഈ പക്ഷി ഒന്ന് പറന്നു പോകുന്നളയാന്ന് വിചാരിച്ചാൽ ഏതുവരെ പറക്കും? കുറച്ച് ദൂരം പറക്കും അല്ലേ? അത് കഴിഞ്ഞാൽ ആ പങ്കായത്തിൽ തന്നെ ആ സാധനത്തിൽ തന്നെ വന്നിരിക്കാൻ എന്താ പറയുക, ഉയർന്നു കാണുന്ന ഭാഗം ഉണ്ടല്ലോ കപ്പലിൽ, ഒരു കുറ്റി പോലെ ഉയർന്നു പോകുന്നതിന് പങ്കായല്ല, അത് തുഴയണ സാധനം കേട്ടോ. മുകളിലേക്ക് ഉയർന്നു കാണുന്ന ആ ജഹാസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പറയുന്ന ആ സാധനത്തിൽ തന്നെ വന്നിരിക്കും അല്ലേ? അല്ലാണ്ട് എവിടെ ഇരിക്കാനാ, കടലാണ് ചുറ്റും. ഇതുപോലെയാണ് ഭക്തൻ്റെ അവസ്ഥ എന്നാണ്. ഒന്നൊക്കെ ഇങ്ങോട്ട് പറന്ന് നോക്കും എന്ത് ഭഗവാൻ, പക്ഷേ ഏതുവരെ പോവും? ഈ കടലിൽ ഒരു പരിധി വരെ മാത്രമേ അവന് പോകാൻ പറ്റുള്ളൂ. പിന്നെ വീണ്ടും വരുന്നത് എവിടെയാണ്? തൻ്റെ ഉള്ളിലുള്ള ഈശ്വരനിൽ തന്നെ. ഹൃദയേന ശൂന്യ, ഹൃദയം ഇല്ലാണ്ട് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? അതുപോലെയാണ്. എവിടേക്ക് പോയാലും മനസ്സ് ഭഗവാൻകിൽ തന്നെ വരുന്നു. അധ്വനൊരു ക്രമപരിഗ്രഹമംഗരക്ഷൻ, അധ്വനി അദ്വാവിൽ ഉരുക്രമ പരിഗ്രഹം. ഭഗവാന്റെ ഭാര്യമാരെ രക്ഷിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല എന്ന് പറയണം. അധ്വനി അദ്വാവിൽ എന്ന് പറയുമ്പോൾ ദുഷ്ടന്മാരാൽ ആക്രമിക്കപ്പെട്ട 16,000 സ്ത്രീകളെ രക്ഷിച്ചുകൊണ്ട് ഞാൻ വരികയായിരുന്നു എന്നാണ്. കൃഷ്ണൻ പോയി, ഇവർക്ക് ഇനി ആധാരമില്ല, അങ്ങനെ ആവരുതല്ലോ എന്ന് കരുതി അർജുനൻ ഇവരെ കൊണ്ടുവരികയായിരുന്നു എന്നാണ് ഒരു കഥയുണ്ട്. 16,000 പത്നിമാർ അനാഥകളായി ഭഗവാൻ പോയപ്പോഴേ അവരെ കൊണ്ടുവരികയാണ് അർജുനൻ. എന്തെങ്കിലും ഒരു രക്ഷാമാർഗം അവർക്ക് കൊടുക്കണം. ആരെങ്കിലിരുന്ന ശത്രുക്കളെ ആക്രമിക്കുകയോ ബുദ്ധിമുട്ടുണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പം എന്ത് സംഭവിച്ചു? നീചന്മാർ, ദുഷ്ട സ്വഭാവമുള്ള ചില ആളുകൾ എന്നെ കീഴ്പ്പെടുത്തി. എവിടേക്കാ ബിരിയം കൊണ്ട് പോകണമെന്നും ചോദിച്ചിട്ട് എന്നോട് യുദ്ധത്തിന് വന്നു. എനിക്ക് പരാജയം. ആ നീചന്മാരോട് സമ്മതിക്കേണ്ടി വന്നു. ഇതൊക്കെ അർജുനനെ സംബന്ധിച്ച് വലിയ കഷ്ടമാണ്. കാരണം ഗാന്ധീവാണെങ്കിലും വേറൊന്നാണെങ്കിലും 4 വീശാൽ ഏത് ശത്രുവും തെറിക്കും. അതാണ് അർജുനൻ്റെ ശക്തി. എന്നിട്ട് എന്തേ ഈ നീചന്മാർ കൃഷ്ണപത്നിമാരെ ആക്രമിക്കാൻ വന്നപ്പോൾ എനിക്ക് തടുക്കാൻ കഴിയാവുന്നത്? ഉത്തരം വ്യക്തമാണ്, ഭഗവാനില്ലാത്തത് കൊണ്ട് തന്നെ. ഏട്ടാ ഞാനിപ്പോൾ ആരാണ്? ഏട്ടനാരാണ്? ഒന്നും അല്ലാത്തവരായി. അധ്വനി ദുഷ്ടന്മാർ, നീചന്മാർ. അധ്വനുരുക്രമ പരിഗ്രഹമംഗരക്ഷൻ, പരിഗ്രഹം പത്നിമാർ. ഈ പരിഗ്രഹം എന്ന് പറഞ്ഞാൽ ക്രിയയായിട്ടും പറയും, പരിഗ്രഹിക്കുക, വിവാഹം കഴിക്കുക. ആ പരിഗ്രഹം തന്നെ നൗണായിട്ടും വരും. പരിഗ്രഹമാണ് ഇയാളുടെ പരിഗ്രഹം എന്ന് പറഞ്ഞാൽ പത്നി എന്നർത്ഥമാണ്. അങ്ങനെയും പറയാം. ചില വെർബൊക്കെ നൗണായിട്ടും വരും. ഉരുക്രമ പരിഗ്രഹം അംഗരക്ഷൻ, കൃഷ്ണപരിഗ്രഹങ്ങളെ ഞാൻ കൊണ്ടുവരുമ്പോൾ അധ്വനി ആ നീചന്മാരോട് തോറ്റു. ഗോപേർ അസത്ബിരിവ, ഗോപന്മാരാൽ അസത്തുക്കളായിട്ടുള്ള സ്ത്രീകളെ എന്ന പോലെ, അസത്തുക്കളാൽ സ്ത്രീ എന്ന പോലെ. ഒരു സ്ത്രീ പോവുകയാണെന്ന് കൂട്ടുക, ദുഷ്ടന്മാർ കൂട്ടുക, സ്ത്രീ കീഴടക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഇന്നിപ്പോൾ സ്ത്രീ സംരക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് പേടിയുണ്ടാവും. പക്ഷെ പണ്ട് അങ്ങനെയല്ലല്ലോ. പണ്ട് സ്ത്രീയെ കടന്നു പിടിച്ചാൽ, ഇന്നിപ്പോൾ സത്യം അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ഒരു ഭാഗത്ത് പറയാമെന്നല്ലേ ഉള്ളൂ. 4 ആൾ കൂടി പിടിച്ച ആ സ്ത്രീ എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ ഞാൻ തോൽപ്പിക്കപ്പെട്ടു. ഞാൻ പുരുഷനും സ്ത്രീയും അല്ലാണ്ടായില്ലേ ഏട്ടാ എന്ന് സങ്കടപ്പെടുകയാണ്. തദ്വേദനുസ്ത ഇഷവസ്തരദോഹയാർത്തേ സോഹൻഡരീനുപതയോ യഥാ ആനമന്തി സർവക്ഷണേന തദവോർ അസതീശരിക്തം ഭസ്മൻഹുതം കുഹകരാധം ഇവോപ്തമുഷ്യം. എൻ്റെ ഈ വില്ല് ശബ്ദം കൊണ്ട്, ഗാന്ധീവ് അങ്ങനെ ശബ്ദിപ്പിക്കുക എന്ന് പറയും. ഞാണൊലി ഇട്ടാൽ ഈ ലോകത്തെ പേടിപ്പിക്കാൻ കഴിവുള്ള ആളായിരുന്നു ഒരു കാലത്ത് ഞാൻ. നയം എന്ന് പറഞ്ഞിട്ട് ആ ശബ്ദം ഇങ്ങനെ കേൾപ്പിച്ചാൽ തന്നെ ശത്രുക്കൾ ഭയക്കുന്ന ഞാൻ. ധനു,
ആ ഗാണ്ഡീവം വില്ല് ഇപ്പോൾ ഇഷവ ബാണങ്ങൾ, വില്ലും ബാണങ്ങളും അമ്പും ഉണ്ടല്ലോ, ഓക്കെ എന്തായി മാറി? തേ അവ തന്നെ രഥ സഹയ, തേര് രഥം, ഹയ കുതിരകൾ, തേ അവരഥീൻ രഥം നടത്തുന്ന ആൾ, തേര് തേരാളി കുതിര അമ്പ് വില്ല് എല്ലാം, അഹം ഞാൻ, യഥ ആർക്കായിക്കൊണ്ട് നൃപതികൾ നമസ്കരിക്കുന്നു, യഥ നൃപതയ ആനമന്തി, ആനമന്തി എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുക, ഈശ്വരീകൃതം ഈശ്വരനോട് വേർപെട്ടതായ അതെല്ലാം നിഷ്ഫലമായി. തേരുണ്ട കാര്യമില്ല, വില്ലുണ്ട കാര്യമില്ല, അമ്പുണ്ട കാര്യമില്ല, ഒന്നുമില്ല. തേരാളി ഉണ്ടെന്നൊക്കെ ഇല്ല വെച്ചാൽ തേരാളി ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ഏട്ടാ എല്ലാം ഇപ്പോൾ വെറുതെയായി. ഇതൊക്കെ ഫലിപ്പിച്ചിരുന്നത് ആരാ? ഇപ്പോഴാണ് മനസ്സിലാവണത്, കൃഷ്ണനാണ് ഇതിനെ പ്രവർത്തിപ്പിച്ചിരുന്നത്. കൃഷ്ണൻ പോയതോട് കൂടിയിട്ട് ഇതെല്ലാം തദ്വേ ധനുസ്തൈഷവസ്തരഥോഹയസ്തേ, തേര് തേരാളി, അമ്പ് വില്ല് രഥി തേരാളി, എല്ലാം എല്ലാ രാജാക്കന്മാരും എന്നെ നമസ്കരിച്ചിരുന്നു, ഈ വക വസ്തുക്കളുണ്ട് അതിൻ്റെ ഉടമയാണ് എന്ന് കരുതിയിട്ടേ ആനമന്തി എന്നെ നമസ്കരിച്ചിരുന്ന അവരെല്ലാം ഇപ്പോൾ കണ്ട വകവയ്ക്കാത്തവരായി തീർന്നു. അർജുനൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒന്നിനും കൊള്ളില്ല എന്ന് ഈ ലോകം പറയുന്ന പോലെ എനിക്കിങ്ങനെ തോന്നുകയാണ്. കാരണം എൻ്റെ കൂടെ കൃഷ്ണനില്ല. സർവം ക്ഷണേന തദപൂർ അസതീശരിക്തം, അസതീശരെല്ലാം വെറുതെയായി. അസതി എന്ന് പറഞ്ഞാൽ വെറുതെ ആവുക, നിഷ്ഫലമാവുക എന്നർത്ഥം. അസതീശരിക്തം ഒക്കെ വെറുതെയായി. ഇതൊന്നും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. കൃഷ്ണനില്ലെങ്കിൽ ഇതെല്ലാം വ്യർത്ഥമാണ് എന്നത് ആ അനുഭവത്തിൽ ഞാനിപ്പോൾ മനസ്സിലാക്കി. ഏതുപോലെ ഭസ്മൻ ഹുതം കുഹകരാബ്ദം യോപ്തമൂഷ്യം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വാക്കാണ് കുഹകരാബ്ദം. കുഹകരാബ്ദം ഇവാപ്തമൂഷ്യം, നീചനായിക്കൊണ്ട് സമർപ്പിച്ചതുപോലെ, ഭസ്മത്തിൽ ഹോമിച്ചതുപോലെ. രണ്ട് ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത്. ഭസ്മത്തിൽ ഹോമിച്ചാൽ വല്ല കാര്യമുണ്ടോ? അഗ്നിയിൽ ഹോമിക്കണം, കത്തണമെങ്കിൽ വേണ്ടേ? പക്ഷെ ഭസ്മം എടുത്തിട്ട് അതിൽ തേങ്ങ ഇട്ടാൽ ഗണപതി ഹോമമാവില്ല. കുറച്ച് കണൽ കൊണ്ടൊരു വീശറി വേണമെന്ന് വീശി കത്തിക്കട്ടെ എന്നാണ് പറയുക അല്ലേ? അപ്പോൾ ആ അഗ്നി കത്തിയാലേ ഈ നിവേദ്യം ഹവിസ് കത്തി അത് സ്വീകരിക്കുള്ളൂ, അല്ലെങ്കിൽ അത് കത്തിയിട്ടില്ലാണ്ടാവുള്ളൂ. ഭസ്മത്തിലിട്ടാലോ വെറുതെ അവിടെ കിടക്കും, ഇത്രയല്ലേ ഉള്ളൂ. എന്ന പോലെയായി എന്ന് പറയണം. ഭസ്മീകരിഷ്യതി, ആ ഭസ്മത്തിൽ ഭസ്മം ഹുതം, ഭസ്മത്തിൽ ഹോമിച്ചതുപോലെ നിഷ്ഫലമായി. എന്തൊക്കെയാ? തേര് വില്ല് അമ്പ് തേരാളി എല്ലാം ഭസ്മത്തിൽ ഹോമിച്ച പോലെ നിഷ്ഫലമായല്ലോ ഏട്ടാ. പിന്നെ അതേപോലെ ഇവിടെ പറയണു, ഒരു ഗോപന്മാർ ഊഷ്യാം വിതച്ചതുപോലെ, മരുഭൂമിയിൽ വിതച്ചതുപോലെ എന്നും പറഞ്ഞിരിക്കണം. ഊഷ്യ ഊഷരഭൂമി മരുഭൂമി, മരുഭൂമിയിൽ വിത്ത് വിതച്ചാൽ എന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല അല്ലേ? അതുപോലെ ആയിരിക്കുന്നു. നീചനായിക്കൊണ്ട് സ്ത്രീകളെ സമർപ്പിച്ചാലോ? അതും ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. കുഹകരാത്ത നീചനായിക്കൊണ്ട് സമർപ്പിച്ചതുപോലെ. ഏതും നല്ലവന് സമർപ്പിക്കണം, വേണ്ടേ? ചീത്ത ആൾക്ക് സമർപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ കുഹകരാബ്ദം യോപ്തം ഊഷ്യം, ദുഷ്ടന്മാർക്ക് എന്ത് കൊടുത്തിട്ടും കാര്യമില്ല. അതുപോലെയായി, മരുഭൂമിയിൽ വിതച്ച പോലെയായി, ഭസ്മത്തിൽ ഹോമിച്ച പോലെ ആയി. 3 ഉപമയാണ് ഇവിടെ പറഞ്ഞത്. നീചനായിക്കൊണ്ട് ഉപഹാരം കൊടുക്കുക, ഭസ്മത്തിൽ ഹോമിക്കുക. ഭസ്മൻ ഹുതം, ഹുതം എന്ന് പറഞ്ഞാൽ ഹോമിക്കുക. കുഹകരാബ്ദം, ദുഷ്ടന് എന്തെങ്കിലും കൊടുക്കുക, വല്ല കാര്യമുണ്ടോ? യോപ്തമൂഷ്യാം, ഊഷരഭൂമിയിൽ അല്ലെങ്കിൽ മരുഭൂമിയിൽ വിതച്ചതുപോലെ എൻ്റെ സർവവും വെറുതെയായി. രാജൻസ്ത്വയാഭിപൃഷ്ടാനാം സുഹൃതാം നതുകൃത്പുരേ വിപ്രശാപവിമൂഢാനാം നിഗ്നതാം മുട്ടിബിർമിതാം. എന്താണ് കൃഷ്ണൻ്റെ വംശം ഇല്ലാണ്ടാവാൻ കാരണം എന്ന് പറയണം. വാരുണീം മധുരാംബീത്വ മതോന്മദിതചേതസാം അജാനതാമിവാന്യോന്യം ചതുഷ്പഞ്ചാവശേഷിത.
ആ യാദവംശത്തിൽ 4-5 ആളെ എത്രേ ബാക്കിയുണ്ടായുള്ളൂ. വിതുരൻ കൂട്ടരൊക്കെ ബാക്കിയൊക്കെ പോയി എന്നാണ്. അങ്ങയാൽ ആദരപൂർവം ചോദിക്കപ്പെട്ട ആ സുഹൃത്തുക്കളുടെ പുരത്തിൽ, മൂത്ര ദ്വാരകയെ പറ്റിയിട്ടാണല്ലോ അന്വേഷിച്ചത്. അതാണ് അങ്ങയാൽ സുഹൃത്പുര, നമ്മുടെ സുഹൃത്തുക്കളുടെ പുരം, യാദവന്മാരുടെ പുരമായ ദ്വാരക. എന്തു പറ്റി? ഇപ്പോൾ പറയണം, വാരുണി മതിരാം ബീത്വ, വാരുണി മദ്യം. അങ്ങനെയാണല്ലോ, ഈ കുപ്പി എവിടെയുണ്ടോ അവിടെ നേരെ വലിയ എന്നാണ്. മണ്ണെണ്ണ കുപ്പിയും വെളിച്ചെണ്ണ കുപ്പിയൊന്നും അല്ല കേട്ടോ, ആ കുപ്പിയൊക്കെ പ്രശ്നമില്ല. മറ്റേ കുപ്പി ഉണ്ടല്ലോ, അപ്പം അതൊക്കെ നിരോധിക്കണം എന്നൊരു ഭാഗത്ത് കൂടെ പറയും. ഒറ്റ ഷോപ്പ് പൂട്ടണമില്ല. അപ്പം എങ്ങനെയാണ് നിരോധിക്കണ വെച്ചാൽ ആദ്യം വേണ്ടത് എന്താ പറയുക, കിട്ടണ സ്ഥലം ഇല്ലാണ്ടേ വേണ്ടേ. അതുപോലെ യാദവന്മാർ മദ്യം കഴിച്ച് പരസ്പരം കലഹിച്ചു. ബ്രാഹ്മണശാപം കൊണ്ട് എന്നും ഇവിടെ പറയുന്നു. ബ്രാഹ്മണശാപത്താൽ വിപ്രശാപ വിമൂഢാനാം മതോന്മദിത ചേതസാം, മദ്യപിച്ചിട്ട് മത്ത് പിടിച്ച് മതോന്മദിത ചേതസക്കളായിട്ട് അജാനതാമിവ അന്യോന്യം പരസ്പരം കലഹിച്ച് തമ്മിൽ അറിയാത്തവരെ പോലെ, അജാനതാം കലഹിച്ചില്ലാതായി, ചതുഷ്പഞ്ചാവശേഷിത 4-5 ആൾ മാത്രമേ ആ ദേകുലത്തിൽ ബാക്കിയുള്ളൂ. അതിലൊന്നാണ് വിതുരൻ, ബാക്കിയുള്ളവരൊക്കെ പോയി എന്നാണ്. വജ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ബാക്കിയുണ്ടായി, അല്ലാത്തവരെല്ലാം പോയി. ചതുഷ്പഞ്ചാവശേഷിത 4-5 കൂട്ടർ ഒഴികെ ബാക്കിയെല്ലാം നശിച്ചു. എന്തിനാണ് ബ്രാഹ്മണശാപം ഉണ്ടാക്കി തീർത്തതെന്ന് ഏകാശൽ പറയേണ്ട. കാരണം ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട ദ്വാരക നശിക്കില്ല അത്ര വേഗം. നമ്മളുണ്ടാക്കി ഇതൊക്കെ നിമിഷം കൊണ്ട് നശിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട ദ്വാരക നശിക്കില്ല എന്നാണ്. എന്നാൽ നശിക്കും വേണം. അതിനെന്താ മാർഗം? ഒരൊറ്റ വഴിയുള്ളൂ, ബ്രാഹ്മണശാപം ഉണ്ടാക്കുക. തന്നെ ഉണ്ടാക്കുക കരുതിയിട്ടാണല്ലോ ബ്രാഹ്മണശാപം ഉണ്ടാക്കിയത്. കളിയാക്കി, ആൺകുട്ടിയെ പ്രസവിക്കുമോ പെൺകുട്ടിയെ പ്രസവിക്കുമോ, സാമ്പനെ സ്ത്രീവേഷം കെട്ടിച്ചിട്ടേ ത്രികാലജ്ഞാനികളായിട്ടുള്ള മഹർഷിമാരെയാണ് കളിയാക്കിയത്. പ്രസംഗികൾ ഈ ഇരുമ്പോലൊക്കെ പ്രസവിക്കും, അതുകൊണ്ട് നിങ്ങളുടെ കുലം മുടിയുകയും ചെയ്യും. ഒരൊറ്റ ശാപം. താപസവാക്യം അസത്യമായും വരാ. അതുണ്ടോ? വെറുതെ ആവണു. അപ്പോൾ ബ്രാഹ്മണശാപം കൊണ്ട് മാത്രമേ ഭഗവാന്റെ ദ്വാരക നശിക്കുള്ളൂ. ബ്രാഹ്മണ സ്വത്ത് കയ്യിലുണ്ടെങ്കിൽ വിട്ടോളുക. നിങ്ങൾക്ക് ദുരിതമുണ്ട്, കയ്യിൽ ബ്രാഹ്മണ സ്വത്തും ഉണ്ട് വെച്ചാൽ കാരണം അന്വേഷിച്ച് പോകണ്ട. അതാ ബ്രാഹ്മണ സ്വത്ത് തന്നെയാണ്. ഇത് അന്ധവിശ്വാസമൊന്നുമല്ല, ഒരുപാട് ആൾക്കാരുടെ അനുഭവമാണ്. പഴയ ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ ഒരു വംശപരമായിട്ട് അവർക്കൊരു ബ്രാഹ്മണ്യം ഉണ്ടാവും. ഇന്നത്തെ പോലെയല്ല. ഏതെങ്കിലും സ്വത്ത് നമ്മുടെ കയ്യിൽ വന്നാൽ ഉള്ള സ്വത്തും കൂടി അത് കൊണ്ടുപോകും, ഉറപ്പാണ്. പഴയ ബ്രാഹ്മണ സ്വത്ത് വെച്ചവരാരും നേരെയായിട്ടില്ല. പിന്നെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബ്രാഹ്മണ ശാപം കൊണ്ട് ഭഗവാന്റെ ആ ദ്വാരക നശിച്ചു. ഈശ്വരനാൽ സൃഷ്ടിക്കപ്പെട്ടത് അടക്കം നശിക്കുന്നു പറഞ്ഞാൽ മനുഷ്യൻ സൃഷ്ടിച്ചത് നശിക്കുന്നു പറയാനുണ്ടോ? അജാനതാമിവാന്യോന്യം ചതുഷ്പഞ്ചാവശേഷിത 4-5 ആളുകൾ ഒഴികെ എല്ലാം പോയി. ഏട്ടാ, ദ്വാരകയില്ല, കൃഷ്ണനും ഇല്ല. ഇനി നമുക്കിവിടെ ജീവിക്കണ്ട. അങ്ങനെ അവരുടെ ജീവിതത്തെ ഇല്ലാണ്ടേക്കാൻ പോവുക. ഹിമാലയത്തിൽ പോയിട്ട് ദേഹം വെടിയാൻ പോവുകയാണ്. പ്രായേണേ തത് ഭഗവത ഈശ്വരസ്യ വിജേഷ്ടിതം മിഥോ നിഘ്നന്തി ഭൂതാനി ഭാവയന്തി ച യന്മിഥ. പ്രാണികൾ അന്യോന്യം പ്രഹരിക്കുന്നു. ആ ഈശ്വരൻ എന്തൊക്കെയാണ് ചെയ്യണം? കടുവ മാനിനെ പിടിക്കണു, അല്ലേ? പാമ്പ് തവളയെ പിടിക്കണു. അന്യോന്യം നിഘ്നന്തി ഹനിക്കണു. ശ്വാക്കൾ കണ്ടാൽ കടികൂടണു. ശ്വാക്കൾ പൂച്ചയെ കൊല്ലാൻ നോക്കണു. ഇങ്ങനെ ഒരു ജീവി മറ്റൊരു ജീവി ഒക്കെ രണ്ടും ഭഗവാന്റെ ദൃഷ്ടിയാണ്. അപ്പോൾ ഇതുണ്ടാവണം എന്ന് വിചാരിച്ചത് ആരെ? ഭഗവാൻ തന്നെയാണ്. ഈ കലഹം ഉണ്ടാക്കണതും ഭഗവാൻ തന്നെയാണ്. കലഹം ഉണ്ടാക്കണതും ഭഗവാനാണ്, ഇല്ലാണ്ടാക്കണതും ഭഗവാൻ. രണ്ടും ഭഗവാൻ തന്നെ. ഭഗവത ഈശ്വരസ്യ വിജേഷ്ടിതം മിഥോ നിഘ്നന്തി ഭൂതാനി. ഭൂതാനി അവിടെ ജീവജാലങ്ങൾ. ജീവജാലങ്ങളെ പരസ്പരം കലഹിപ്പിച്ച്
സൃഷ്ടിക്കുകയും താൻ തന്നെ ചെയ്യുന്നു, ഇല്ലാണ്ടാക്കുകയും താൻ തന്നെ ചെയ്യുന്നു. ഭഗവാന്റെ ഓരോ ലീലാവിലാസങ്ങൾ ഇത്രയേ ഉള്ളൂ. ഭഗവാനെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു കളിയാണ്. നമുക്കല്ലേ ഒരാൾ മരിച്ചു എന്ന ദുഃഖം മാർത്തടിക്കലൊക്കെ, ഈശ്വരന് ഇതെല്ലാം ഒരു ലീലയാണ്. ഇവരാണ് ജലോ കസാഞ്ജലേ യത്തൻ മഹാന്തോ ദന്തി അണീയസ മഹാദോ ഉദന്തി അണീയസ മഹാദോ ദന്തി അണീയസ ദുർബലാൻ ബലിനോ രാജൻ മഹാന്തോ ബലിനോമിത. ജലമാകുന്ന വാസസ്ഥാനത്തോടു കൂടിയ ജന്തുക്കളുടെ കൂട്ടത്തിൽ, ജലത്തിനെ ഇവിടെ വിശേഷിച്ച ജന്തുക്കളുടെ കൂട്ടം, മത്സ്യം, മുതലായിട്ടുള്ളവരുടെ മത്സ്യങ്ങളുടെ കൂട്ടം, ജീവജാലങ്ങളുടെ കൂട്ടം എവിടെയുണ്ടാവുക? വെള്ളത്തിൽ, അല്ലാതെ മത്സ്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ജലജീവികളാകുന്ന ആ കൂട്ടം വസിക്കുന്ന ജലത്തിൽ, ജലത്തിൽ എന്ന പോലെ മഹാന്ത വമ്പിച്ച ശരീരമുള്ളവ, അണീയസ കൃശശരീരമുള്ളവനെ ഭക്ഷിക്കുന്നു. വലിയ മത്സ്യം ചെറിയ മത്സ്യത്തിനെ വിഴുങ്ങും, വലിയ പാമ്പ് ചെറിയ പാമ്പിനെ വിഴുങ്ങും, മുതല മറ്റ് മത്സ്യങ്ങളെ പിടിക്കും. അപ്പോൾ വലിയ ജീവി ചെറിയ ജീവികളെ, ധാരാളം ജീവജാലങ്ങളുള്ള ഒരു ജലാശയത്തിൽ, ഫോർ എക്സാമ്പിൾ സമുദ്രം, അതിൽ വലിയ ജീവികൾ ചെറിയ ജീവികളെ എന്ന പോലെ ഈ പ്രപഞ്ചത്തിലും, ഈ പ്രപഞ്ചം ഒരു സമുദ്രമാണല്ലോ അങ്ങനെ നോക്കുമ്പോൾ, പല ജീവികളെ ഭക്ഷിക്കുന്നു. സിംഹം, കടുവ മുതലായിട്ടുള്ളവരൊക്കെ കീരിയിലെ പാമ്പിനെ കൊല്ലണു, ഭക്ഷിക്കണുണ്ടോ ഇല്ല. വലിയ വലിയ ജീവികൾ ചെറിയ ചെറിയ ജീവികളെ തിന്ന് ഭക്ഷിക്കണു. മാനിനെയൊക്കെ കൊന്ന് തിന്നണു, പുലി, സിംഹം ഇതൊക്കെ. കൃശശരീരമുള്ള അണീയസ എന്ന് പറഞ്ഞാൽ ചെറിയ ശരീരം, അണു എന്നുള്ളതെന്ന് വന്നാണ് ചെറിയ ശരീരത്തെ വലിയ ശരീരമുള്ളവ കൊല്ലുന്നു, ഭക്ഷിക്കുന്നു. ജലത്തിൽ നടക്കുന്നത് പോലെ, സമുദ്രത്തിൽ ഉണ്ടാവുന്നത് പോലെ. ജലോ ഗസാഞ്ജലേ എത്തൻ മഹാന്തോദന്ത്യണീയസ, മഹാൻ വലുത്, വലിയ ജീവികൾ ചെറിയ ജീവികളെ എന്ന പോലെ. ദുർബലാൻ ബലിനോ രാജൻ, ബലമുള്ള ജീവികൾ ബലമില്ലാത്തവയെ പിടിക്കുന്നു. ബലിന ദുർബലാൻ, ബലമുള്ളവർ ദുർബലമുള്ളവരെ മഹാന്തോ ബലിനോ മിഥ പിടിച്ചു തിന്ന് നശിപ്പിക്കുന്നു. ജനേന ജനയൻ മാരയൻ എന്നൊരുതിക്കൽ പ്രയോഗമുണ്ട്. ജനങ്ങളെ സൃഷ്ടിക്കുന്നു, ആ ജനങ്ങളാൽ തന്നെ ജനങ്ങൾ കൊല്ലപ്പെടുന്നു. യുദ്ധം ഉണ്ടാകുമ്പോൾ ആരാ കൊല്ലണം? മനുഷ്യൻ തന്നെയാണ് മനുഷ്യനെ കൊല്ലണം, വേറെ ആരുമില്ലല്ലോ. അതാണ് ജനേന ജനയൻ മാരയൻ, കൊല്ലുകയും ചെയ്യുന്നു. ഉണ്ടാക്കണത് ആരാ? ജനങ്ങളെ തന്നെയാണ് ജനങ്ങളെ സൃഷ്ടിക്കുന്നത്, വേറെ ആരുമില്ലല്ലോ. ഇപ്പം ജനങ്ങളെ സൃഷ്ടിക്കുന്നു, വംശവർദ്ധനവിൽ കൂടെ അതേ ജനങ്ങൾ തന്നെ കൊല്ലുകയും ചെയ്യുന്നു. യുദ്ധത്തിൽ കൂടിയിട്ടും ശത്രുതയിൽ കൂടിയിട്ടും ജനങ്ങളെ കൊണ്ട് സൃഷ്ടിക്കുക, ജനങ്ങളെ കൊണ്ട് കൊല്ലിക്കുക ഭഗവാന്റെ ഒരു വിനോദമാണ് ഈ പ്രപഞ്ചം എന്നാണ്. ഏവം ബലിട്ടേർ എതുവർ മഹദ്ബിർ ഇതരാൻ വിഭു ഇതുന്നിതുവിരന്യോന്യം ഭൂഭാരാൻ സഞ്ചഹാരഹ. ഈ നിയമത്തിന് ഭഗവാന്റെ യാദവകുല അടക്കം എക്സെപ്ഷനല്ല. തൻ്റെ ആ വംശത്തിനെ ഒഴിച്ചു നിർത്തിയോ? അതുമില്ല, അതും അതുതന്നെ സംഭവിച്ചത്. യദുക്കൾ അന്യോന്യം കലഹിച്ച് ഇല്ലാതായി. ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായതിനൊക്കെ നാശമുണ്ട്. എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ നാശമുണ്ട്. ഉണ്ടാവാത്തത് മാത്രം നശിക്കില്ല. ഉണ്ടാവാത്തത് ഏതാ? ഭഗവാൻ. ഉള്ളത് എപ്പോഴും നശിക്കില്ല എന്നാണ്. ഉണ്ടായത് നശിക്കും. പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ ഉണ്ടായതാണ്. അതുകൊണ്ട് അതൊക്കെ നശിച്ചേ പറ്റൂ. ഒരു നിവൃത്തിയില്ല, അതിന് മാറ്റമില്ല. ഭഗവാൻ ഉണ്ടായതല്ല, ഒരു പ്രത്യേക ദിവസത്തെ സൃഷ്ടിയല്ല ഭഗവാൻ. കൃഷ്ണാവതാരം ജനിച്ചു എന്ന് പറഞ്ഞാൽ അത് കൃഷ്ണൻ മാത്രമാണ്. യഥാർത്ഥത്തിലുള്ള വിഷ്ണുവിന് ജനനമില്ല. വിഷ്ണുവിൻ്റെ പിറന്നാളോ ജന്മദിനമോ നമുക്ക് കൊണ്ടാടാൻ പറ്റില്ല, ശിവൻ്റെയും പറ്റില്ല. കാരണം അവരൊന്നും ജനിച്ചിട്ടില്ലേ. ജനിക്കാത്ത ആൾക്ക് ജന്മദിനം ഉണ്ടാവും. ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് വിഷ്ണുവിൻ്റെ കാര്യത്തിൽ വേണ്ട, ശിവൻ്റെ കാര്യത്തിലും വേണ്ട. അവർ ജനിച്ചിട്ടില്ല. അപ്പോൾ ഉണ്ടാവാത്തത് ഒരിക്കലും നശിക്കില്ല. ഭഗവാൻ ഉണ്ടായതാണ്. ബാക്കി പ്രപഞ്ചത്തിലുള്ള ഭഗവാൻ ഒഴികെ മറ്റത് ഉണ്ടായത് അതൊക്കെ നശിച്ചു. ഏവം ബലിട്ടർ എതിബർ മഹത്ബിർ ഇതരാൻ വിഭു. വലിയ ശക്തി ചെറിയ ശക്തിയെ തോൽപ്പിക്കുന്നു, ഇല്ലാതാവുന്നു. യദുൻ യദുബിർ അന്യോന്യം, യദുക്കളാൽ പരസ്പരം കലഹിച്ച്
ഭൂഭാരാൻ സംജഹാര, ഭൂഭാരത്തെ ഇല്ലായ്മ ചെയ്തു. കാരണം തൻ്റെ വംശത്തെ നശിപ്പിക്കാൻ ഒരു വഴിയില്ല. ഭഗവാൻ തെറ്റിച്ച് നശിക്കില്ല. ഭഗവാനാണല്ലോ തെറ്റിച്ച, ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ബ്രാഹ്മണശാപം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ആൾക്കാർക്ക് പുച്ഛാണ്. പക്ഷേ സത്യം നോക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങളാണ്. ബ്രാഹ്മണ സ്വത്ത് കയ്യിൽ വെച്ചവർ ഒന്നും നേരെയായിട്ടില്ല, നേരെയാവില്ല, ഒരു കാലത്തും നേരെയാവില്ല. ഒരു സംശയമൊന്നും വേണ്ട. പഴയ കാലത്ത് കുറച്ച് ഗായത്രി ജപിച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ചെങ്കിലും വേദാംശം കയ്യിലുണ്ടെങ്കിൽ, ബ്രാഹ്മണ്യം ഉണ്ടെങ്കിൽ അവരുടെ സ്വത്ത് ദൂരെ വലിച്ചെറിഞ്ഞോളൂ, ഒരു സംശയമില്ല. അതുകൊണ്ട് നേരെയാവാൻ സാധ്യമല്ല. ദേശകാലാർത്ഥയുക്താനി കൃത്താപോപശമാനി ച ഹരന്തി സ്മരത ചിത്തം ഗോവിന്ദാവിഹിതാനി മേ. ദേശകാലാർത്ഥയുക്താനി, സ്ഥലം കാലം എന്നീ വിഷയങ്ങൾക്ക് യോജിച്ചവയും, കൃത്താപോപശമാനി ച ഹൃദയദുഃഖത്തെ ശമിപ്പിക്കുന്നതും ആയ, ഗോവിന്ദാഭിഹിതാനി ശ്രീകൃഷ്ണ വചനങ്ങളെ, അഭിഹിതാനി ശ്രീകൃഷ്ണ വചനങ്ങളെ, സ്മരത ഓർക്കുന്ന എൻ്റെ ചിത്തം മനസ്സിനെ വല്ലാതെ ഹരിക്കുന്നു, മനസ്സിനെ വല്ലാതെ ഹരിക്കുന്നു. ഭഗവാന്റെ ഒരു പ്രത്യേകതയാണത്. ലേശം അതുമായിട്ട് നമ്മൾ ഒന്നങ്ങോട്ട് ഇടപഴകിയാൽ ആ ഭഗവാനിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്കൊന്നും സാധിക്കില്ല. കാരണം അതിൻ്റെ ആ ഒരു ഭംഗി അത്രത്തോളമാണ്. ആ ഒരു സമാധാനവും സുഖവും ഈ ലോകത്തുനിന്ന് ഒന്നിൽ നിന്നും നമുക്ക് കിട്ടില്ല. അത് അനുഭവിച്ചാലല്ലേ അറിയുള്ളൂ, പറഞ്ഞാൽ അറിയോ? അറിയില്ല. അപ്പം അതിലേക്ക് എത്താനാണ് ഭാഗവതം. അല്ലാണ്ട് നമുക്കിവിടെ കുറേ കാര്യങ്ങൾ ഉണ്ടാവാനും ഇവിടുത്തെ പ്രശ്നം സൊല്യൂഷൻ ആവാനും അല്ല. അതിനൊന്നും ഭാഗവതത്തെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. ചില ആൾക്കാർ ചോദിക്കും, പിന്നെ എന്ത് ഭാഗവത? ഇവിടെ മനുഷ്യൻ്റെ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ലാത്തൊരു വസ്തു എന്തിനാണ്? അത് അറിവില്ലായ്മ കൊണ്ട് ചോദിക്കുകയാണ്. പ്രപഞ്ചത്തിലത്തെ കാര്യങ്ങളെ പോലെ തന്നെ പരിഹരിക്കണം. അതിന് ആത്മീയം മുഴുവൻ പരിഹാരമല്ല, ചിലപ്പോൾ സഹായിച്ചേക്കാം, അത്രയേ ഉള്ളൂ. സൂക്കട് വന്നു, ചികിത്സിക്കണ്ടേ? നാമം ജപിച്ചിരുന്ന സൂക്കട് മാറില്ല, പിന്നെ ബട്ടേരിക്ക് മാറിയതോ, അത് അസാധാരണമാണ്. അത് അസാധാരണ കഴിവാണ്. അതിനെ സാധാരണക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ആ കഥയൊക്കെ നമ്മൾ കേൾക്കാം, ബട്ടേരിയുടെ ഭക്തിയെ പഠിക്കാം. പക്ഷേ രോഗം വന്നാൽ ബട്ടേരിപ്പാടിനെ പോലെ ഭജിക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ടൊന്നും രോഗം, കാരണം നമുക്ക് അത്രയ്ക്ക് ഭജിക്കാൻ എത്താൻ പറ്റില്ല. പറ്റുമോ? അതിന് ചികിത്സ ചെയ്യുന്ന വേണം. അപ്പോൾ പ്രപഞ്ചകാര്യങ്ങളാൽ തന്നെ വേണം നേരിടാൻ. അപ്പോൾ അതിനുള്ള ഒരു മനഃശക്തി നമുക്കുണ്ടാവണം. വിഷമങ്ങൾ വരുമ്പോൾ തളരരുതല്ലോ. അതിനാണ് ഈ ആത്മീയം എന്നാണ് ഇവിടെ പറയുന്നത്. അതിനെ വിട്ടു നിൽക്കാൻ അനുഭവിച്ചവർക്ക് കഴിയില്ല. ഹരന്തി സ്മരത ചിത്തം. അതുമായിട്ട് ഒന്നങ്ങോട്ട് നമ്മൾ ഇടപഴകി ആയി കഴിഞ്ഞാൽ ഒരിക്കലും അതുമായിട്ട് വിടാൻ നമുക്ക് സാധിക്കില്ല. കാരണം അത്രയേറെ നമ്മുടെ മനസ്സിനെ ഹരിക്കുന്നതാണ് അത് എന്ന് പറഞ്ഞു വെച്ചു. ഇപ്പോൾ ഒന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇവിടെ ഭഗവാൻ ഇവിടുന്ന് പോയി എന്ന് അർജുനൻ ധർമ്മപുത്രരോട് പറയണതേ കാര്യമുള്ളൂ. അതിലെത്ര കാര്യങ്ങളാണ് ഭാഗവതത്തിൽ കൊടുത്തിരിക്കണം, ആലോചിച്ച് നോക്കൂ. അതാണ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത. ഏത് ഒരു ആഖ്യാനത്തിലും വളരെയേറെ കാര്യങ്ങൾ ഒതുക്കി വെച്ചിട്ടുണ്ട് ഭാഗവതത്തിൽ. ഇങ്ങനെ നമുക്കൊരു പുരാണം അതാണ് കാണാൻ തന്നെ സാധ്യമല്ല. ഓരോ വാക്കെടുത്താലും പറയാനുണ്ട്. അതിനൊക്കെ പറഞ്ഞു പോയാൽ 41 ദിവസം കൊണ്ടും ഭാഗവതം കഴിയില്ല എന്ന് പറയണം. ഒരു കൊല്ലം കൊണ്ടുണ്ടായിട്ടുണ്ട് ഗുരുവായൂർ. ഒറ്റ കൊല്ലെടുത്തു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഒരു വർഷം കൊണ്ട് നടക്കണ്ടായി. അപ്പം അങ്ങനെയാണ് ഭാഗവതം. സൂത ഉവാച ഏവം ചിന്തയതോ ജിഷ്ണോ കൃഷ്ണപാദസരോരുഹം സൗഹാർദ്ദേനാതിഗാഠേന ശാന്താസീൻ വിമലാമതി. ഏവം ഇപ്രകാരം കൃഷ്ണപാദസരോരുഹ, ശ്രീകൃഷ്ണൻ്റെ താമരപ്പൂവിന് തുല്യമായിട്ടുള്ള കാലടിയെ അതിഗാഠേന, ഗാഠമായി, സൗഹാർദ്ദേന, സ്നേഹത്തോടുകൂടി, ചിന്തയത, നമുക്കറിയണ വാക്കനെ, സ്മരിക്കുന്ന ജിഷ്ണു
വിഷ്ണു ആവാം അർജുനനും ആവാം. വിഷ്ണും ജിഷ്ണും മഹാവിഷ്ണു. ഇവിടെ ജിഷ്ണു എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ് ആ ശ്ലോകത്തിൽ. ഇവിടെയോ ജിഷ്ണു അർജുനൻ. അർജുനൻ്റെ മതി ആ ബുദ്ധി വിമല എന്ന് പറഞ്ഞാൽ അമലമായതും നിർമ്മലമായതും ആയിത്തീർന്നു. ഈശ്വരനെ ചിന്തിച്ചാൽ അവിടെ യാതൊരു മാലിന്യങ്ങളും രാഗദ്വേഷാദികളും ഉണ്ടാവില്ല എന്നാണ്, ഉണ്ടാവരുത് എന്നാണ്. ശാന്ത, ശമഗുണത്തോട് ചേർന്നതായിട്ട് ഭവിച്ചു. ആ കൃഷ്ണനെ സ്മരിച്ചപ്പോൾ തന്നെ അർജുനൻ്റെ മനസ്സ് വിമലമായി ഭവിച്ചു. അതിനാണ് ഭഗവാനെ സ്മരിക്കുന്നത്. ഏവം ചിന്തയതോ ജിഷ്ണോ കൃഷ്ണപാദസരോരുഹം സൗഹാർദ്ദേനാധികാഠേന ശാന്താസീത് വിമലാമതി. വിമലമായിട്ടുള്ള ബുദ്ധി, മതി എന്ന് പറഞ്ഞാൽ ബുദ്ധിയായി തീർന്നു. വാസുദേവാംഘ്രനുദ്യാന പരിബൃംഹിതരം ഗസ ഭക്ത്യാതിർമതിദാശേഷ കഷായ ദിഷണോർജുന. നേരത്തെ പറഞ്ഞ തന്നെയാണ് ഇവിടെയും. വാസുദേവാംഘ്രി, അംഘ്രി എന്ന് പറഞ്ഞാൽ പാദം, ഭഗവത് പാദ ചിന്ത കൊണ്ട് പരിബൃംഹിതരം ഗസ, വാസുദേവൻ്റെ അംഘ്രികളെ ചിന്തിച്ചിട്ട് എല്ലാവിധ വർദ്ധിച്ച ശക്തിയോട് കൂടിയിട്ടും ബൃംഹിതം വലുതാവുക, ശക്തി വർദ്ധിച്ചു. നമ്മുടെ മനഃശക്തി എപ്പോഴും വർദ്ധിക്കാനാണ് ആത്മീയം, പ്രപഞ്ച നേട്ടങ്ങൾ ഉണ്ടാക്കാനല്ല. ബൃംഹിത രംഭസ, മനഃശക്തി തന്നെ എവിടുന്നോ കിട്ടിയ പോലെ, കൃഷ്ണനെ സ്മരിച്ചപ്പോൾ തന്നെ ഒരു ശക്തി എവിടുന്നോ കിട്ടിയ പോലെ ഭക്ത്യാ നിർമ്മതിത ആശേഷ കഷായ ദിഷണോ അർജുന. ആ അർജുനൻ എല്ലാവിധ മനോമാലിന്യങ്ങളെയും കളഞ്ഞു. കഷായം എന്ന് പറഞ്ഞാൽ കൂടിക്കലർന്നത്, അതാണ് ഈ കഷായം എന്നുള്ള പേര് കുടിക്കണതിന് വന്നത്. പല മരുന്നുകളുടെ ഒരു സമ്മിലിതമാണല്ലോ കഷായം, ചേർത്തി ഉണ്ടാക്കണതാണ്. ഒരു മരുന്നല്ല, ഒരു കഷായത്തിലുള്ളത് ഒരു മരുന്നാവില്ല എന്നാണ്, പലതും ചേർത്തിട്ടുണ്ടാവും. അതാണ് അവിടെ കഷായ. അപ്പം മനസ്സിൻ്റെ കഷായാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സത്വരജസ്തമോ ഗുണങ്ങൾ കലർന്ന അവസ്ഥ. അതൊക്കെ മാറിയിട്ടോ ശുദ്ധമായിട്ടുള്ള അവസ്ഥയായി. സാത്വിക രാജസം താമസത്തിനും വിട്ടു നിർഗുണത്തിലേക്കാണ്ട് എത്തി. ഭക്തിയാ നിർമ്മതിത ആശേഷ കഷായ തിഷണോർജുന, കലങ്ങലൊക്കെയാണ് പോയി തെളിഞ്ഞ മനസ്സ് ആയിട്ട് മാറി. കൃഷ്ണനെ സ്മരിച്ചപ്പോൾ തന്നെ അർജുനനും ശുക്കൊക്കെ എവിടേക്കേ പോയി നിശ്ചയില്ല. കൃഷ്ണൻ പടി ഇല്ല എന്നുള്ള ദുഃഖത്തിന് തുടങ്ങി. പക്ഷേ കൃഷ്ണനെ സ്മരിച്ച് 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 കൃഷ്ണൻ ഇല്ലാത്ത ദുഃഖം പോലും മറന്നു എന്ന് പറഞ്ഞാൽ അല്ലാത്തൊരു വിരോധാഭാസല്ലേ. കൃഷ്ണനില്ലാത്ത ദുഃഖം പോലും മറന്നു. അതാണ് കൃഷ്ണനെ സ്മരിച്ചാലുള്ള ഗുണൈ. ഗീതം ഭഗവതാജ്ഞാനം മെത്ത സംഗ്രാമമൂർധനി കാലകർമ്മ തമോരുദ്ധ പുനരത്യാഗമാ വിഭൂ. യുദ്ധാരംഭത്തിൽ എന്നുള്ളതാണ് സംഗ്രാമമൂർധനി. സംഗ്രാമം യുദ്ധം, മൂർധനി ആദിയിൽ. മൂർധനി എന്നുള്ള വാക്ക് തല എന്നാണ് അർത്ഥം. ഇവിടെ തുടക്കത്തിൽ തല തുടങ്ങുക എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടതും, ഗീതയിൽ ഒരുപാട് തത്വങ്ങളാണല്ലോ ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നത്. ഗീതം എന്ന് പറഞ്ഞാൽ പാടിയത് എന്നർത്ഥമാണ്. ഗീത പാടിയത്, വാക്കിൻ്റെ അർത്ഥം പാടിയത് എന്നാണ്. ഗീതം ഉപദേശിക്കപ്പെട്ടതും കാലകർമ്മ തമോരുദ്ധം, കാലവും കർമ്മവും നിമിത്തം ബാധിച്ച് ഇരുട്ട്. നമ്മൾ രണ്ട് കാര്യമാണ് അത്ര ഇരുട്ടുണ്ടാക്കുന്നത്, കാലവും കർമ്മവും. കലികാലം ഇരുട്ട് ബാധിക്കും ഇല്ലേ, കർമ്മവും നമ്മളെ തെറ്റിക്കും. അങ്ങനെയുള്ളതായിരിക്കുന്ന അർജുനൻ എല്ലാ അറിവിനെയും നേടി ഗീതോപദേശം കേട്ടിട്ട്. അങ്ങനെ ആ അർജുനൻ വീണ്ടും ചിലതൊക്കെ തുടർന്ന് പറയുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ വിദ്യാത്മനാവാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.